മിനിസ്റ്റർ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ്. വലിയൊരു അവസരം ജനങ്ങൾക്കായി അങ്ങനെ ഫ്രീ ആയി കളി കാണാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. വളരെയധികം നന്ദി. താങ്ക് യു. നമ്മുടെ തിയേറ്ററുകളിൽ ഇത് പ്രദർശിപ്പിക്കണമെന്ന ആവശ്യം പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്നാണ് ആദ്യം ഉയർന്നത്. നമ്മൾ വളരെ വേഗത്തിൽ തന്നെ അതിനുവേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. ഇപ്പോൾ തിരുവനന്തപുരത്തെ കൈരളി ശ്രീയിലും അതുകൂടെ കോഴിക്കോട്ടെ നമ്മുടെ KSFDCയുടെ കീഴിലുള്ള തിയേറ്ററുകളിലും കളി കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഫുട്ബോൾ പ്രേമികളുടെ നിരന്തരമായ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. ഒരു ചെറിയ നിരക്കുണ്ട്, കാരണം നിരക്ക് പൂർണ്ണമായും ഒഴിവാക്കിയാൽ തിയേറ്ററിൽ നാശനഷ്ടം ഉണ്ടാകും. അപ്പം തിയേറ്റർ സംരക്ഷിക്കണം, നാളെ സിനിമ കാണിക്കേണ്ടതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഫുട്ബോൾ പ്രേമികളുടെ ആവശ്യത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് സന്തോഷമുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ സൗജന്യമായി പ്രദർശനം, നാളെ സ്കൂളുകൾക്ക് അവധി. അപ്പോൾ ഈ ഒരു കളിയെ സർക്കാർ കാര്യമായി തന്നെ കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. മലയാളിക്കൊരു വലിയ വികാരമാണ്. അപ്പോൾ ജനങ്ങളുടെ ഒരു പൊതുവികാരത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണം. നമ്മുടെ എല്ലാ സങ്കടങ്ങളുടെയും പ്രയാസങ്ങളെയും എല്ലാം മറക്കാൻ ലഭിക്കുന്ന ചില അപൂർവ അവസരങ്ങൾ കൂടിയാണ് ഇത്. അപ്പോൾ അത് ഏത് സാധാരണക്കാരനും ഒരു പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും ഫുട്ബോൾ ആരാധകരാണ് കേരളത്തിൽ. അപ്പോൾ അവരോടൊപ്പം നമ്മൾ നിൽക്കുക, അത്രേ ഉള്ളൂ. മിനിസ്റ്റർ എവിടെ നിന്നാണ് കളി കാണുന്നത്? ഓഫീസിൽ നമ്മുടെ നാട്ടിലെ കുട്ടികളോടൊപ്പം കുണ്ട്രയിലാണ് കാണുന്നത്. കുണ്ട്രയിലാണ്. ഓക്കെ മിനിസ്റ്റർ, ഏത് ടീമാണെന്ന് ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? എല്ലാ കാലത്തും ഞാൻ പല കാര്യങ്ങളിൽ നിഷ്പക്ഷത പുലർത്താറുണ്ട്. ഈ കാര്യത്തിൽ തികഞ്ഞ പക്ഷപാതിയാണ്, അർജന്റീനക്കാരനാണ്. കൊള്ളാം. അപ്പോ അർജന്റീനയ്ക്ക് കേരളത്തിൽ അത്രയും വലിയൊരു ആവേശമുണ്ടെന്ന് നമുക്കറിയാം, അത്രത്തോളം ആരാധകരുണ്ടെന്ന് നമുക്കറിയാം. അപ്പോ അവർക്കൊപ്പം ഒന്ന് ഇറങ്ങി അവർക്കൊപ്പം ഒന്ന് ഇരുന്ന് കാണാനുള്ള എന്തെങ്കിലും ആലോചനയുണ്ടോ? അല്ലാതെ നമ്മളിവിടെ നമ്മുടെ നാട്ടിലെ അർജന്റീന ആരാധകരുടെ കൂടെ തന്നെയാണ് ഉള്ളത്, കളി കാണുന്നത് കേട്ടോ. ശരി മിനിസ്റ്റർ, ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന് എന്തായാലും സർക്കാരിന്റെ നേതൃത്വത്തിൽ സർക്കാർ തിയേറ്ററുകളിൽ തിരുവനന്തപുരത്തും കോഴിക്കോടുമായി ഫൈനൽ മത്സരം തത്സമയം കാണാനുള്ള ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി PC വിശ്വനാഥ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഏറെ ആവേശകരമായി മണിക്കൂറുകൾ ഇനി കാത്തിരിക്കുകയാണ് ആരാധകർ.